പറയുന്നത് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ ഈജിയം കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിലും കർത്താവ് നൽകി തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്സ്, ക്രിസ്തീയ മനോഭാവങ്ങൾ എന്നുള്ള വിഷയമാണ്. ആ വിഷയത്തിലെ സ്നേഹം എന്ന ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ 2 വാക്യങ്ങൾ ആദ്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. യോഹന്നാൻ 15:12. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാവുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കൊണ്ടുവന്ന് നിർത്തി. ഭാരമുള്ള ഒരു പെട്ടിയുമായിട്ട് ഒരു അമ്മച്ചി മുന്നോട്ട് തൻ്റെ കയറാനുള്ള കമ്പാർട്ട്മെന്റ് അന്വേഷിച്ച് നടക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള ഒരു കമ്പാർട്ട്മെന്റിലാണ് അമ്മച്ചിയുടെ ആ സീറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് പ്ലാറ്റ്ഫോം ഇല്ല. പ്ലാറ്റ്ഫോം അതിന് മുമ്പായിട്ട് തന്നെ തീർന്നു. പിന്നെ അങ്ങോട്ട് താഴേക്ക് ഇറക്കമാണ്. പെട്ടി അവിടെ ഇറങ്ങിക്കൊണ്ടെന്ന് വെച്ചു. അവിടെ നിന്ന് മുകളിലോട്ട് കയറാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം പ്ലാറ്റ്ഫോമിനേക്കാൾ താഴ്ന്നതാണ് ഈ ഇപ്പോൾ നിൽക്കുന്നത്. ഉയരത്തിലാണ് ഈ സ്റ്റെപ്പുകളും എല്ലാം. എന്ത് ചെയ്യുന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിലെ വന്നു. ചെറുപ്പക്കാരൻ ഈ അവസ്ഥ കണ്ടു. പെട്ടെന്ന് തന്നെ ആ പെട്ടി മേടിച്ച് അദ്ദേഹം ട്രെയിനിനുള്ളിലേക്ക് വെച്ചു. എന്നിട്ട് അദ്ദേഹം കുനിഞ്ഞു നിന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, എൻ്റെ പുറത്ത് ചവിട്ടി കയറിക്കോളാൻ പറഞ്ഞു. ഒന്നും പഠിക്കാതെ ആ മനുഷ്യന്റെ പുറത്ത് ചവിട്ടി അമ്മച്ചി അകത്ത് കയറി. അകത്ത് കയറി പെട്ടിയൊക്കെ വെച്ച് സീറ്റിൽ പോയിരുന്നു. അകത്തിരുന്ന ആളുകളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ അവന്റെ പുറത്ത് അമ്മച്ചിയുടെ കാല് 2 പതിഞ്ഞ് കിടപ്പുണ്ട്, ചെളി വെറ്റി കിടപ്പുണ്ട്. അകത്തിരുന്ന ആളുകൾ ഈ വന്നിരുന്ന അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി അതാരാ, മോനാണോ? അമ്മച്ചി പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഹി മസ്റ്റ് ബി എ ക്രിസ്ത്യൻ. അവനൊരു ക്രിസ്ത്യാനിയായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിന്റെ മനോഭാവത്തിന്റെ പേരാണ് ക്രിസ്തീയ മനോഭാവം. ക്രിസ്തീയ മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ മനോഭാവം. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മനോഭാവം, ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്, അത് ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് പഠിക്കാൻ പോവാം. നമുക്ക് സമയം വളരെ കുറവാണ്, അരമണിക്കൂറേ ഉള്ളൂ. അരമണിക്കൂർ പോരാ നമുക്ക് പഠിക്കാൻ. എങ്കിലും പെട്ടെന്ന് ചില കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, സ്നേഹത്തെക്കുറിച്ച് ഈ ലോകം അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് ലോകം കാണുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് സ്നേഹം, ഇഷ്ടപ്പെടുന്ന സാധനത്തോട് സ്നേഹം. അങ്ങനെ സ്നേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും അത് നമ്മുടേതാക്കണം, നമുക്ക് പൊസസ് ചെയ്യണം. ഈ ആഗ്രഹമാണ് ഈ ലോകത്തിനുള്ളത്. യുവാവും യുവതിയും പ്രണയത്തിലാകുന്നു. യുവാവിന് യുവതിയിൽ അനുരക്തനായി കഴിയുമ്പോൾ അവളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം. വിവാഹം കഴിക്കുന്നു. ഏതാനും നാളുകൾ കഴിയുമ്പോൾ അവർ തമ്മിൽ ശണ്ടയുണ്ടാകുന്നു, പിരിയുന്നു. ലോകത്തിന്റെ സ്നേഹം അത്രയ്ക്ക് മാത്രം ഉള്ളൂ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള വലിയ സ്നേഹമാണ് നമ്മൾ പറയുന്നത്. അതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ അടുത്ത കാലത്തൊക്കെ നമ്മൾ വായിക്കുന്ന ഓരോ വാർത്തകൾ, കാമുകന് വേണ്ടി കുഞ്ഞിനെ കഴുത്തറുത്ത് കൊല്ലുന്നു, തോട്ടിൽ കൊണ്ട് എറിയുന്നു, വാമൂടി കെട്ടി കൊല്ലുന്നു. എന്തൊരു സ്നേഹമാണ് ആ കുഞ്ഞിനോട് അമ്മയ്ക്കുള്ളത് എന്ന് നമ്മളത് കാണുമ്പോൾ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ സ്നേഹമെല്ലാം ഇങ്ങനെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ സ്നേഹം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് യേശുവിന്റെ സ്നേഹം. അത് ഈ ലോകത്തിലെ സ്നേഹത്തിൽ നിന്നും ഡിഫറൻ്റ് ആണ്. ഈ ലോകത്തിലെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മലയാളത്തിൽ പറയാൻ പോകുന്ന സ്നേഹം എന്ന് 2 വാക്ക് കാണും.
ഇംഗ്ലീഷിൽ ലവ് എന്നൊരു വാക്കായിരിക്കും, അല്ലെ അഫക്ഷൻ എന്നൊരു വാക്കായിരിക്കാം. ഗ്രീക്ക് ഭാഷയിൽ 4, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, 4 വാക്കുകളുണ്ട് ഗ്രീക്ക് ഭാഷയിൽ. ഒന്നാമത്തേത് ഈറോസ് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വൈകാരികമായിട്ടുള്ള സ്നേഹത്തിനാണ് ഈറോസ് എന്ന് പറയുക. രണ്ടാമത്തെ വാക്ക് ഫീലിയ എന്നാണ്. ഫീലിയ എന്ന് പറയുന്നത് സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് ഫീലിയ എന്ന് പറയും. മൂന്നാമത്തെ വാക്ക് സ്റ്റോർജ് എന്നാണ്. ബന്ധുക്കൾ തമ്മിലുള്ള, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ സ്നേഹത്തിന് പറയുന്ന വാക്കാണ് സ്റ്റോർജ്. നാലാമത്തെ വാക്കാണ് അഗാപ്പെ. അഗാപ്പെ എന്ന് പറയുന്ന വാക്കാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അഗാപ്പെ, അതാണ് യേശുവിന്റെ സ്നേഹം, അതാണ് ദൈവത്തിന്റെ സ്നേഹം. അത് തോന്നൽ അല്ല, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതും അല്ല, അത് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആരും അഗാപ്പയോടുകൂടിയല്ല ജനിക്കുന്നത്, ഇൻസ്റ്റിങ്ക്റ്റോടുകൂടിയാണ് ജനിക്കുന്നത് സ്നേഹത്തിന്റെ. പക്ഷെ അഗാപ്പെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയും. പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന ശക്തിയാണ് അഗാപ്പെ എന്നൊരു ചിന്തകൻ പറഞ്ഞു. എന്താണ് അഗാപ്പെ? പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന ശക്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, വില്യം ബാർക്ലേ എന്ന് പറയുന്ന വലിയൊരു ദൈവശാസ്ത്രജ്ഞനുണ്ട്, വേദപുസ്തകത്തിന്റെ കമന്ററിക്ക് എഴുതിയ ആളാണ്. അദ്ദേഹം പറയുന്നത് പിടിച്ചടക്കുവാൻ കഴിയാത്ത ഔദാര്യം, അതാണ് അഗാപ്പെ. പിടിച്ചടക്കുവാൻ കഴിയാത്ത, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ആ ഔദാര്യത്തിന്റെ പേരാണ് അഗാപ്പെ. അഗാപ്പെ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നന്മ വരണമെന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ഒന്നിനും കഴിയുകയില്ല. സ്നേഹിക്കാൻ കഴിയാത്തവർക്കും അർഹതയില്ലാത്തവർക്കും അന്യോന്യം സൗമനസ്യം കാണിക്കുന്നതാണ് അഗാപ്പെ. അയാൾ സ്നേഹയോഗ്യനല്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ അയാളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിന്റെ പേരാണ് അഗാപ്പെ. അർഹതയില്ല അയാൾക്ക് സ്നേഹിക്കാൻ, സ്നേഹം കിട്ടാൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ നൽകുന്ന സ്നേഹത്തിന്റെ പേരാണ് അഗാപ്പെ. എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകുന്ന സ്നേഹത്തിന്റെ പേരാണ് അഗാപ്പെ. അതാണ് യേശുവിനുണ്ടായിരുന്നത്, അതാണ് നമുക്കും ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ 4 ദിവസം ക്രിസ്തീയ മനോഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഈ അഗാപ്പെ നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം. ഇതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ രൂപപ്പെടുത്തണം. ഈ അഗാപ്പയുടെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് നമ്മൾ വരികയാണ്. 6 കാര്യങ്ങളിലേക്ക് പറയാനുണ്ട്, സമയം കിട്ടും. അഗാപ്പെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് സ്വയത്തെ ത്യജിക്കുന്ന സ്നേഹമാണ്. യോഹന്നാൻ 15:13 ഇപ്പോൾ ഞാൻ വായിച്ചു. സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഒരിക്കൽ ഇംഗ്ലണ്ടിലെ ഒരു രാജ്ഞി രോഗ ആതുരയായി കിടക്കുന്ന സമയത്ത് പല ഡോക്ടർമാർ വന്ന് ചികിത്സിക്കാൻ നോക്കിയിട്ട് രോഗം ഭേദമാകുന്നില്ല. ഒടുവിൽ ഒരാൾ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ കഥ ആരെങ്കിലും വന്ന് ഈ രാജ്ഞിയോട് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ രോഗസൗഖ്യം കിട്ടും. ഉടനെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തിന്റെ കഥകൾ പറയാൻ ആളുകളെ കൊണ്ടുവന്നു. റോമിയോ ജൂലിയറ്റിന്റെ കഥ ഇംഗ്ലണ്ടിൽ നിന്നൊരാൾ വന്ന് പറയുന്നു. അറേബ്യയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ലൈല മജ്നുവിന്റെ കഥ പറയുന്നു. ഇന്ത്യയിൽ നിന്നൊരാൾ ചെന്ന് സ്നേഹത്തിന്റെ കഥ, ഷാജഹാൻ മുംതാസിന്റെ കഥ പറയുന്നു. സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകിയ പല ആളുകളുടെയും കഥകൾ ഇങ്ങനെ വന്ന് പറഞ്ഞു. ഒന്നുകൊണ്ടും രാജ്ഞിക്ക് ഭേദം വന്നില്ല. ഒടുവിൽ ഒരു ഉപദേശി കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞു, എനിക്കൊരു കഥ പറയാനുണ്ട്, ഞാനത് എന്ന് പറയട്ടെ. അവർ സമ്മതിച്ചു. അദ്ദേഹം വന്നിട്ട് രാജ്ഞിയോട് പറഞ്ഞു, രാജ്ഞി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം യോഹന്നാൻ 15:13 അവിടെ എഴുതിയിരിക്കുകയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. രാജ്ഞി ചോദിച്ചത്, ആരാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തത് ആരാണ്? യേശുവിൻ്റെ കഥ പറഞ്ഞു. യേശുവിനെ ആ രാജ്ഞി രക്ഷകനായി സ്വീകരിച്ചു. രാജ്ഞിയുടെ രോഗം ഭേദമായി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സ്നേഹം യേശു ക്രൂശിൽ കാട്ടി. പൗലോസ് പറയുന്നു, സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയാണ്, അവൾക്ക് വേണ്ടി അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിൻ്റെ സ്നേഹം സ്വയം ത്യജിക്കുന്ന സ്നേഹം. അങ്ങനെ സ്വയം ത്യജിക്കുന്ന ഒരു സ്നേഹത്തിലേക്കാണ് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ 11 പേർ അങ്ങനെ തന്നെ ജീവിതത്തിൽ അത് കാണിച്ചു.
അനേകം രക്തസാക്ഷികൾ അത് തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു. തങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട തങ്ങളുടെ ജീവനാണ്. ആ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി, യേശുവിന് വേണ്ടി അവർ നൽകി. എല്ലാവരും രക്തസാക്ഷികളായിട്ട് മരിക്കണമെന്നാണോ ദൈവത്തിന്റെ ആഗ്രഹം? എല്ലാവരും അകാല ചരമം പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് പോകണമെന്നാണോ ദൈവത്തിന്റെ ആഗ്രഹം? അല്ല. മതത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തിന് വേണ്ടിയൊക്കെ ജീവൻ കളയുന്നവരായിട്ടുള്ള അനേകം ആളുകളുണ്ട്. നമ്മളെക്കുറിച്ച് കർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. നമ്മുടെ മതത്തിന് വേണ്ടി നമ്മുടെ ജീവൻ കളയണം എന്ന ആഗ്രഹമില്ല. എന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചിലതൊക്കെ ത്യജിക്കാൻ നമുക്ക് കഴിയണം. സ്നേഹിക്കാതെ സുവിശേഷീകരണം നടത്തുന്ന അനേകം വ്യക്തികളും സംഘടനകളും ഉണ്ട്. അവരതൊക്കെ ചെയ്യുന്നത് ഒരു കടമയാണ്. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും എന്നുള്ള ചിന്തയിലാണ്. സ്നേഹം അല്പം പോലും തൊട്ടു തീണ്ടാതെ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന അനേകം ആളുകൾ. എന്നാൽ യേശുവിൻ്റെ മാതൃക പിന്തുടരുമ്പോൾ അവിടെ സ്വയം ത്യജിക്കാതെ, സ്നേഹിക്കാതെ ആർക്കും സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ കഴിയുകയില്ല. ഈജിപ്ത് ഇന്ത്യയെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമാണ്. ഈജിപ്ത് ഇന്ത്യയായിട്ട് ബന്ധപ്പെടുന്ന ആ നാൾ മുതൽ ഇപ്പോൾ 10 വർഷമായി. ആ 10 വർഷം കൊണ്ട് എൻ്റെ ജീവിതം ഈ സംഘടനയുമായിട്ടുള്ള അനേകം കാര്യങ്ങളിൽ ഞാൻ ചെന്ന് നേരിട്ട് കണ്ടതുകൊണ്ട്, അനുഭവിച്ചതുകൊണ്ട്, മത്തായി സാറുമുള്ള നിരന്തരമായിട്ടുള്ള സംസർഗം കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന അനേകം മിഷണറിമാർ നമുക്കുണ്ട്. അതെല്ലാം ഞാൻ നേരിട്ട് പോയി കാണുവാൻ ഇടയായി. പേരിനും പെരുമയ്ക്കും വേണ്ടിയല്ല, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം സ്നേഹത്തോടെ നിർവഹിക്കുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ സ്വയം ത്യജിച്ചുകൊണ്ട് കർത്താവിൻ്റെ സേവനത്തിൽ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ഓരോ രംഗങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. അപ്പോൾ ഒന്ന്, സ്വയം ത്യജിക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, സ്നേഹം അർഹിക്കാത്തവരെ യേശു സ്നേഹിച്ചു, നമ്മളും സ്നേഹിക്കണം. ആരാണ് സ്നേഹം അർഹിക്കാത്തവർ? മനുഷ്യരെ കർത്താവ് സ്നേഹിച്ചതിനെ കുറിച്ച് നാം എപ്പോഴും വായിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വാക്യം റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. റോമർ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കാൽവറിയിൽ വലിയ സ്നേഹത്തിന്റെ പ്രദർശനം നടക്കുക, എക്സിബിഷൻ ഓഫ് ലവ്. എന്താണ് ഇവിടെ? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. വിശുദ്ധന്മാരായിട്ടല്ല, നന്മ ചെയ്തുകൊണ്ടല്ല, മനുഷ്യവർഗത്തിന്റെ ഗുണം കണ്ടിട്ടല്ല, ഒന്നും നേടാൻ വേണ്ടിയല്ല. വലിയൊരു വില കൊടുത്തു ദൈവം തൻ്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ ഏൽപ്പിച്ചു തന്നു. ദൈവം സ്നേഹിച്ചു ആരെയാണ്? ശത്രുക്കളെ. ഈ ലോകത്തിൽ 60 ലക്ഷം യഹൂദന്മാരെ കൊന്ന ഹിറ്റ്ലറുണ്ട്. വെടിയുണ്ട കൊണ്ട് അനേകം ആളുകളെ കൊന്ന അനേകം ആളുകളുണ്ട്. പെൺമക്കളെ പീഡിപ്പിച്ച പിതാക്കന്മാരുണ്ട്. ഈശ ഉയർപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഭക്ഷണത്തിൽ മായം ചേർത്ത് പണം ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരുണ്ട്. അവരെല്ലാം കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. പാപത്തെ യേശു വെറുത്തു, പാപികളെ സ്നേഹിച്ചു. ചുങ്കക്കാരെ അവൻ സ്നേഹിച്ചു. വ്യഭിചാരത്തിൽ പിടിച്ചപ്പെട്ട സ്ത്രീയെ അവൻ സ്നേഹിച്ചു. തള്ളിപ്പറഞ്ഞ പത്രോസിനെ അവൻ സ്നേഹിച്ചു. തന്നെ ക്രൂശിച്ച ആളുകളെ അവൻ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അന്ത്യനിമിഷത്തിലും പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ യേശുവിന് കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച ഒത്തിരി ആളുകളുണ്ട്. നമ്മളെ വിധിച്ചവരുണ്ട്, നമ്മളെ പീഡിപ്പിച്ചവരുണ്ട്, നമ്മളേത് തട്ടിക്കൊണ്ടുപോയ ആളുകളുണ്ട്, നമ്മളെ അപഹരിച്ചവരുണ്ട്, നമ്മളെ മറ്റുള്ളവരുടെ മുൻപാകെ വെച്ച് പുച്ഛിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ വേദന ഏൽപ്പിച്ചവരുണ്ട്, മുള്ളുകൾ നമ്മുടെ ഹൃദയത്തിൽ വാരി വിതറിയവരുണ്ട്, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും. ഒക്കെ എല്ലാവരെയും യേശു സ്നേഹിച്ചതുപോലെ പിന്നെയും സ്നേഹിക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുക. യേശു നമ്മളെ സ്നേഹിച്ചില്ലേ?
അങ്ങനെയാണെങ്കിൽ നമ്മളും അവരെ സ്നേഹിക്കണം. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ സ്വയം ത്യജിക്കുന്ന സ്നേഹം, രണ്ടാമതായിട്ട് അർഹിക്കാത്തവരെ സ്നേഹിക്കുന്ന സ്നേഹം, അതാണ് യേശുവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടമാക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. മൂന്നാമത്തെ സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യം, സ്നേഹത്തിന് പാത്രങ്ങൾ അല്ലാത്തവരെ യേശു സ്നേഹിച്ചു. സ്നേഹപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം പകർന്നു കൊടുക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളെ ദൈവം സ്നേഹിച്ചു. യേശുക്രിസ്തു സ്നേഹിച്ചത്, ഉദാഹരണം, ശമര്യക്കാരെ യേശു സ്നേഹിച്ചു. യേശു ഒരു യഹൂദനായിരുന്നു. യഹൂദന്മാർക്ക് ആർക്കും ശമര്യക്കാരെ ഇഷ്ടമില്ല. അവരിൽ നിന്ന് വെള്ളം മേടിച്ചു കുടിക്കുകയില്ല, അവർ പാർക്കുന്ന സ്ഥലത്തൂടെ കടന്നു പോകത്തില്ല. എന്നാൽ യേശു ശമര്യക്കാരെ സ്നേഹിച്ചു. ശമര്യ സ്ത്രീകളുടെ അടുക്കൽ ഒരു നട്ടുച്ചയ്ക്ക് പോയി സുവിശേഷം പറഞ്ഞു. നല്ല ശമര്യക്കാരൻ്റെ ഉപമയിലൂടെ, നല്ല ശമര്യക്കാരൻ്റെ ഉപമ യഹൂദനെ സഹായിക്കാൻ വേണ്ടി അവൻ തയ്യാറായ ഒരു കഥ യേശു അവരോട് പറഞ്ഞു. കുഷ്ഠരോഗികൾ 10 പേര് വന്നു യേശുവിൻ്റെ അടുക്കൽ നിന്ന് സൗഖ്യമായി പോയി. ഒരാൾ മാത്രം മടങ്ങി വന്നു. അവനൊരു വിജാതീയനായിരുന്നു, ശമര്യക്കാരനായിരുന്നു. നല്ല മനുഷ്യരെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായി ദൈവമെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നല്ല മനുഷ്യരെ സ്നേഹിക്കും, നല്ല മനുഷ്യരെ അനുഗ്രഹിക്കും, നല്ല മനുഷ്യരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് ദൈവം ചെയ്യുന്നതെന്നാണ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു അങ്ങനെ അല്ലായിരുന്നു. സ്നേഹത്തിന് ഒരു തരത്തിലും അർഹതയില്ലാത്ത പാത്രങ്ങളാകാത്തവരെ യേശു സ്നേഹിക്കുകയാണ്. കുഷ്ഠരോഗികളാണെന്ന് സമൂഹം വെറുത്തു. അവരെ പുറത്ത് കണ്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം, അവരേതെങ്കിലും പാളയത്തിൽ പോയി താമസിച്ചോണം, പുറത്ത് വരരുത്. എന്നിട്ടും യേശു കുഷ്ഠരോഗികളെ തൊട്ടു സൗഖ്യമാക്കി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എല്ലാവരും കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു. യേശു അവളോട് ക്ഷമിച്ചു. ശമര്യ സ്ത്രീ 5 വിവാഹം കഴിഞ്ഞ ആളാ, ഇപ്പോൾ ഭർത്താവില്ലെന്നാ പറയുന്നു. ധാർമ്മികമായിട്ട് തകർന്ന ജീവിതമാണ്. എന്നിട്ടും യേശു അവളെ സ്നേഹിച്ചു. സഭയെ മുടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ശൗൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ യേശു സ്നേഹിച്ചു. യേശു സ്നേഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്താൻ വേണ്ടിയാണ്. അങ്ങനെ അവനെ രൂപാന്തരപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറിയാക്കി യേശു മാറ്റി. സെയിന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ലോകത്തിലെ പിന്നീട് വിശുദ്ധനായി തീർന്ന മനുഷ്യൻ 21 വയസ്സ് വരെ ലോകത്തിലെ ഏറ്റവും വലിയ വഷളായി ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു. എല്ലാ തരത്തിലുമുള്ള പാതകങ്ങളിലൂടെ കടന്നുപോയ ആ മനുഷ്യനെ കർത്താവ് തൊട്ടപ്പോൾ അവനൊരു സെയിന്റായി, വിശുദ്ധനായിട്ട് മാറി. സ്നേഹം പ്രവർത്തികളിലൂടെ യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തി. കൃത്യമായി തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, അവന് കണ്ണിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ പോയി തൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞില്ല. ആ നിമിഷത്തിൽ തന്നെ യേശുവിൻ്റെ കൂടെ യാത്രയിൽ പങ്കുചേരുകയാണ്. രക്തസ്രവക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയെ യേശു സൗഖ്യമാക്കി കഴിയുമ്പോൾ അവളെ മകളെ എന്ന് വിളിച്ചിട്ടാണ് യേശു അവളെ സ്നേഹിച്ചത്. യേശുവിൻ്റെ ഈ സ്നേഹം തങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കിയ എത്ര ആളുകളാണ് നമ്മുടെ ഇടയിൽ നിന്നും സമൂഹത്തിൽ ഉയർന്നു വന്നത്. ഫാദർ ഡാമിയൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ബെൽജിയത്തിലെ ഒരു പുരോഹിതനായിരുന്നു ഫാദർ ഡാമിയൻ. ആ സമയത്ത് മൊളോക്കോ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് കുഷ്ഠരോഗികളെ മുഴുവൻ നാട് കടത്തുന്നത്. അങ്ങനെ ആ ദ്വീപ് മുഴുവൻ കുഷ്ഠരോഗികളെ കൊണ്ട് നിറഞ്ഞു. സഹായിപ്പാൻ ആരുമില്ല, സ്നേഹിപ്പാൻ ആരുമില്ല. പക്ഷേ ഫാദർ ഡാമിയൻ ആ ദ്വീപിലേക്ക് ചെന്നു, അവരെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും ചെയ്തു. 11 വർഷം കഴിഞ്ഞു അദ്ദേഹവും കുഷ്ഠരോഗിയായി. പിന്നീട് 5 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ തന്നെ അവരോടൊപ്പം ജീവിച്ചു മരിച്ചു. ചുങ്കക്കാരെ യഹൂദന്മാർക്ക് വലിയ വെറുപ്പാണ്. പക്ഷേ മത്തായി എന്ന് പറയുന്ന ഒരു ചുങ്കക്കാരൻ, ലേവി എന്ന പേരുള്ളത്, അവനെ യേശു സ്നേഹിച്ചു. എരിവുകാരനായ ശിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യേശു തൻ്റെ ശിഷ്യനാക്കി. എരിവുകാരെന്ന് പറഞ്ഞാൽ മതത്തിൽ വലിയ തീക്ഷ്ണതയുള്ള, യഹൂദന്മാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, മത തീവ്രതയുള്ള തീവ്രവാദിയായിരുന്നു ശിമോൻ. എന്നിട്ടും ആ ശിമോനെയും യേശു സ്നേഹിച്ചു, അവനെയും ശിഷ്യനാക്കി. അങ്ങനെ സ്വന്തം മതത്തിനു വേണ്ടി വാദിക്കുകയും
തീവ്രത കാണിക്കുകയും ചെയ്യുന്ന ശിമോനും അതോടൊപ്പം തന്നെ കൈസർക്ക് വേണ്ടി കരം പിരിച്ചു കൊടുക്കുന്ന മത്തായി രണ്ടുപേരും യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട് മാറി. എന്നിട്ടും യേശു അവരെ സ്നേഹിച്ചു. മറ്റുള്ളവർ നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ അവരെ സ്നേഹിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ നമ്മളെ ഓർത്ത് നോക്കുക, നമ്മൾ യേശുവിനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പോഴും ഏതെല്ലാം കാര്യങ്ങളിൽ യേശുവിന് ഇഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ യേശുവിനെ നമ്മൾ വേദനിപ്പിക്കുകയല്ലേ? എന്നിട്ടും യേശു നമ്മളെ സ്നേഹിക്കുന്നില്ലേ? അപ്പോൾ നമ്മളെ സ്നേഹിച്ചവരെയും സ്നേഹിക്കാത്തവരെയും നമ്മളെ വേദനിപ്പിച്ചവരെയും അവരെല്ലാം സ്നേഹത്തിന്റെ പാത്രങ്ങളാണ്. യേശു സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. നാലാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ദീർഘക്ഷമയുള്ള സ്നേഹം. യേശു കാണിച്ചത് ആ സ്നേഹത്തിന്റെ പ്രത്യേകത ദീർഘക്ഷമയുള്ള സ്നേഹമായി. നമ്മൾ സ്നേഹിക്കുന്നത് സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ആളെ സ്നേഹിച്ച ഒരാളെ നമ്മളെ സ്നേഹിക്കണം. പക്ഷെ യേശു ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിച്ചത് അവരിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല. ഉദാഹരണം, കുരിശിലെ കള്ളൻ അവസാന നിമിഷമാണ്. അവനെ സ്നേഹിച്ചു, അവന് പറുദീസ നൽകി. അവനിൽ നിന്ന് യേശുവിന് എന്ത് തിരിച്ചു കിട്ടി? ഒന്നും കിട്ടിയില്ല. അവൻ്റെ സുവിശേഷകനായിട്ട് മാറിയോ? ഇല്ല. അവന് ഒന്നും കിട്ടത്തില്ലെന്ന് യേശുവിന് അറിയാം. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ടും അവനെ സ്നേഹിച്ച് അവന് യേശു പറുദീസ കൊടുക്കുകയാണ്. ഇടയനായപ്പത്തിന്റെ കഥയിൽ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന പിതാവ്, ആ പിതാവ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മകനൊന്ന് വന്നാൽ മതി, അവനൊന്ന് മാനസാന്തരപ്പെട്ടാൽ മതി, അവൻ നല്ലവനായി തീർന്നാൽ മതി, അവനിൽ നിന്ന് എനിക്ക് ഒന്നും വേണ്ട. ഇതാണ് യേശുവിൻ്റെ സ്നേഹം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്നേഹവും അങ്ങനെ തന്നെ ദീർഘക്ഷമയുള്ള സ്നേഹം, ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. C.S. ലൂയി എന്ന് പറയുന്ന ഒരു ഭക്തനായ എഴുത്തുകാരുണ്ട്. ആളുകൾ ചോദിക്കുന്നതായിട്ടുള്ള 2 ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, അങ്ങനെ ദൈവം സ്നേഹിക്കുന്ന ഒരാളാണ്, ദീർഘക്ഷമയുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക്, ഒത്തിരി പേർക്ക് കഷ്ടത വരുന്നത്? ലോകത്തിലുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് മനുഷ്യന് കഷ്ടത വരുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും കഷ്ടത വരുന്നുണ്ടല്ലോ, കർത്താവിനോട് ജീവിക്കുന്നവർക്കും കഷ്ടത. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പിശാച് മൂലം ഈ ഭൂമി ശപിക്കപ്പെട്ടു. ശാപത്തിന് കീഴിലാണ് ഈ ഭൂമി. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചൊരു കാര്യമാണ്. ആ ശാപം കിടക്കുന്നതുകൊണ്ടാണ് കഷ്ടത ഈ ഭൂമിയിലുള്ളത്. രണ്ടാമത്തെ കാര്യം, മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയെന്നുള്ളതാണ് മനുഷ്യന്റെ കഷ്ടതയുടെ പലപ്പോഴുമുള്ള കാരണം. സാത്താന്റെ ജോലി നശിപ്പിക്കുക എന്നുള്ളതാണ്. അവനെപ്പോഴും ബലാത്കാരേണ ആളുകളെ അനുസരിപ്പിക്കുകയാണ്. പലതുകൊണ്ടും ആകർഷിച്ച് പാപത്തിലേക്ക് വരുത്തിയിട്ട് പിന്നീട് ബലാത്കാരമായിട്ട് അതനുസരിപ്പിച്ച് അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് സാത്താന്റെ പരിപാടി. എന്നാൽ ദൈവമാകട്ടെ പ്രവർത്തിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ്. അവനെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. പുറമെ ബലാത്കാരമായിട്ട് യേശു ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് രോഗികൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒന്ന് ശപിക്കപ്പെട്ട ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒന്ന് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പുകൊണ്ട്. ലോകത്തിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ആ രാജ്യങ്ങളൊക്കെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ അറിയാതെ ചിലപ്പോൾ അതിൽ നിന്നും ചോർന്ന് അനേകം ആളുകൾക്ക് മരണത്തിന് സാധ്യത ഉണ്ടാക്കുന്നു. COVID-19 ഒക്കെ അങ്ങനെ വന്നതാണെന്നാണ് പറയുന്നത്. ചൈന അറിയാതെ അവരിൽ നിന്നും ചോർന്നു പോയിട്ട് ലോകം മുഴുവൻ പടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാൻ ഇടയായിട്ടുണ്ട്. ദൈവം മനുഷ്യൻ നൽകിയ സ്വാതന്ത്ര്യം മനുഷ്യൻ നാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ലോകത്തിൽ കഷ്ടത ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ ഒരു ചോദ്യം എപ്പോഴും ഇതാണ്, സ്നേഹവാനായ ദൈവം മനുഷ്യനെ നരകത്തിലോട്ട് വിടുമോ? എങ്ങനെയാണ് അങ്ങനെ നരകത്തിലേക്ക് വിടുന്നത്? ഉത്തരം ഇതാണ്, ദൈവം ആരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല. തന്നെ ആളുകൾ നരകം തിരഞ്ഞെടുക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് യേശുക്രിസ്തു ദൈവം പറയുന്നതായിട്ടുള്ളൊരു കാര്യം, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ്. ഞാൻ നിന്നെ കൊല്ലും എന്ന് ദൈവം പറയുന്നില്ല. ദൈവം കൊല്ലുന്നില്ല, മനുഷ്യൻ സ്വയം അത് ഏറ്റെടുക്കുകയാണ്. അവൻ നരകം തിരഞ്ഞെടുക്കുകയാണ്, അവൻ മരണം തിരഞ്ഞെടുക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണം എത്രയെന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണം അതാണ്.
അവൻ സ്വയം തിരഞ്ഞെടുത്താണ് മരണം. നിത്യജീവൻ തിരഞ്ഞെടുക്കുമ്പോൾ ചില ഉല്ലാസങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അങ്ങനെ നരകത്തിൽ പോകാൻ ചില ആളുകൾ സ്വയം തീരുമാനിക്കുകയാണ്. പക്ഷേ ഒരു വിശ്വാസത്തിന് മുൻപിൽ നരകമുണ്ട് എന്ന് എപ്പോഴും ഓർക്കുന്നത് വളരെ നല്ലതാണ്. എന്തിനാണ്? നരകമുണ്ടെന്നുള്ള ഓർമ്മയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത്. നരകമുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. സ്വർഗവും നരകവും ഒക്കെ അറിഞ്ഞിട്ടില്ലാത്ത, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒത്തിരി ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ദൈവം വിധിക്കാൻ പോകുന്നത്? അവരുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ചാണെന്ന് റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നിരാകരിക്കുന്നവർക്കാണ് നരകം വെച്ചിരിക്കുന്നത്. നീതിമാനായതുകൊണ്ട് ദൈവത്തിന് പാപത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയുകയില്ല. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സ്വർഗം കൊടുക്കും. ദൈവത്തെ നിരാകരിക്കുന്നവർക്ക് അവർ സ്വയം നരകം തെരഞ്ഞെടുക്കും. അവിടെ മനുഷ്യൻ എടുത്ത തെരഞ്ഞെടുപ്പാണ്, അവന്റെ ചോയ്സാണ്, അവന്റെ തീരുമാനമാണ് അവനെ നരകത്തിൽ എത്തിക്കുന്നത്. ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല. 5-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ദൈവസ്നേഹം അവസാനം വരെ ഉള്ളതാണ്. യേശുവിന്റെ സ്നേഹം അവസാനം വരെ ഉള്ളതാണ്. യോഹന്നാൻ 13:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഇതാ. നമ്മുടെ സ്നേഹത്തിന്റെയും പ്രത്യേകത ഇതായിരിക്കണം: അവസാനത്തോളം സ്നേഹിക്കുക. നമ്മുടെ സ്നേഹം പലപ്പോഴും കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും എന്നും ഒരുപോലെയല്ല. സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന അനേകം വ്യക്തികൾ, വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ പെട്ടെന്ന് യേശുവിനോടുള്ള സ്നേഹത്തിൽ കുറവ് വരുത്തും. പത്രോസ് നല്ല ഒന്നാമത്തെ ഉദാഹരണമാണ്. പത്രോസ് യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നയാളല്ലേ. എന്നിട്ടും ഒരു ബാല്യക്കാര്യത്തിന്റെ മുൻപിൽ ഒരൊറ്റ നിമിഷത്തിൽ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ഞാനവനെ അറിയുന്നില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എന്താണ് കാരണം? മനുഷ്യന്റെ സ്നേഹം കുറയുന്ന സ്നേഹമാണ്, ദൈവത്തോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും. പിന്നെയും അവൻ പുറകോട്ട് പോയപ്പോഴും അവൻ മീൻ പിടിക്കാൻ വേണ്ടി പോയി. ഞാൻ മീൻ പിടിക്കാൻ പോകും. യേശുവിനെ കണ്ടതാ, ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടവനാ. എന്നിട്ടും അവന്റെ സ്നേഹം കുറഞ്ഞു പോയി. അപ്പോൾ യേശു അവന്റെ പിന്നാലെ വരുന്നു. കാരണം യേശുവിന്റെ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം തേടി വരുന്ന സ്നേഹമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ദൈവം പറയുന്നതായിട്ടുള്ള കാര്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3 നമ്മൾ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു: നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ്. യേശുവിന്റെ സ്നേഹവും അങ്ങനെയായിരുന്നു. 6-ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് തന്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം ക്രിയാത്മകമാണ്, ക്രിയേറ്റീവാണ്. ദൈവത്തിന്റെ യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്ന ഒരു വെറും അനുഭൂതിയല്ല, അത് ക്രിയേറ്റീവാണ്, ക്രിയാത്മകമാണ്. അതുകൊണ്ടാണ് യേശു പിന്നെ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. യോഹന്നാൻ 3:16 ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വാക്യം: ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിരിക്കുകയല്ല, തന്റെ ഏകജാതന പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ സ്നേഹം പ്രവൃത്തിയിൽ അവൻ കാണിച്ചു. സ്നേഹമുണ്ടെങ്കിൽ ഏത് വിഷമഘട്ടത്തിലും നമ്മൾ അവരെ സഹായിക്കും. മനുഷ്യനൊരു വിഷമഘട്ടത്തിലാണ്, അവന് സ്വർഗം നഷ്ടപ്പെട്ടു, അവൻ നരകത്തിലേക്ക് പോകുന്നു. ഇനി അവനെ എന്ത് ചെയ്യും? അവൻ എന്താണ് ഒരു മാർഗം? ദൈവം തീരുമാനിച്ചു സ്വന്തം പുത്രനെ ആദരിക്കാതെ ലോകത്തിലേക്ക് അയക്കാം. അങ്ങനെ സ്വന്തം പുത്രനെ അയച്ച് മനുഷ്യനെ നരകത്തിൽ നിന്ന് ലോകത്തിലേക്ക് വീണ്ടെടുത്തു. അതുകൊണ്ട് നമുക്കൊരു പക്ഷേ ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയാൻ കഴിഞ്ഞില്ലെന്ന് വരാം, വലിയൊരു പ്രഭാഷകനായി തീരാൻ കഴിഞ്ഞില്ലെന്ന് വരാം, വലിയൊരു എഴുത്തുകാരനായി തീർന്ന് അനേകരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിൽ കർത്താവ് നമുക്ക് ഇരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകി നമുക്ക് യേശുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കാം. സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 കൊരിന്ത്യർ 13 നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമാണ്. അതിൻ്റെ അകത്ത് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ സ്നേഹം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു എന്ന് പറയുന്ന ആ ഓരോ വാക്കിലും സ്നേഹം എന്നതിന് പകരം ഞാൻ എന്ന് ചേർത്ത് വായിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും. ഞാൻ ദീർഘമായി ക്ഷമിക്കും, ഞാൻ സ്നേഹിക്കും,
ആ സ്നേഹത്തിന്റെ എല്ലാ ഗുണങ്ങളും, അവിടെ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ എന്നാക്കി മാറ്റണം. ഞാൻ ദീർഘമായി ക്ഷമിക്കും, ഞാൻ നിഗളിക്കുകയില്ല, ഞാൻ വമ്പ് പറയുകയില്ല, ഞാൻ ജീവിക്കുമെന്ന് പറയണം. ഒരു മഹാനായ ചിന്തകൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കുക. അബ്രഹാമിന്റെ ശിഷ്യന്മാരെ തിരിച്ചറിയുന്നത് പരിച്ഛേദനയിലൂടെയായിരുന്നു. മോശയുടെ ശിഷ്യന്മാരെ തിരിച്ചറിയുന്നത് ശബത്താചരണത്തിലൂടെയായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെ തിരിച്ചറിയുന്നത് മാനസാന്തര സ്നാനത്തിലൂടെയായിരുന്നു. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരെ തിരിച്ചറിയുന്നത് ഒരൊറ്റ കാര്യത്തിലൂടെയാണ്, അത് സ്നേഹത്തിൽ കൂടിയാണ്. അതെ, ക്രിസ്തുവിന്റെ സ്നേഹം, അഗാപ്പെ, അതാണ് യേശുവിന്റെ സ്നേഹം. ആ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുവാനാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്? തന്നെ ഉണ്ടാകുന്നതല്ല. നാം ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായിട്ട് കീഴടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, നമ്മിലൂടെ ആ അഗാപ്പെ ഒഴുകാൻ തുടങ്ങും. ആഗാപ്പെ മറ്റുള്ളവർ കാണുവാൻ തുടങ്ങും. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം മനഃപൂർവ്വമായി. ഈ ലോകത്തിന്റെ സ്നേഹമല്ല, യേശുവിന്റെ സ്നേഹം, അഗാപ്പെ നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവസരം നൽകിയ മത്തായി സാറിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.